ഗൈസ്, വെൽക്കം ബാക്ക്. ഗൈസൊക്കെ ഇപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഫുട്ബോളിൽ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സാധനമാണ് നമ്മുടെ കോയിൻ. ആ കോയിൻ കൊണാമി എന്ന് പറയുന്നത് വളരെ കുറച്ചായിട്ടാണ് തരുന്നത്. നമ്മളെപ്പോലുള്ള F2P പ്ലേയേഴ്സിനെയും ഒരു പാക്ക് പകുതി കറക്കാൻ പോലും കോയിൻ തികയുന്നില്ല ഓരോ മാസം അത് കിട്ടുന്നത് കാണുമ്പോൾ. ഏകദേശം ഒരു പാക്കിന് അത്യാവശ്യം ഒരു ഉറപ്പായി കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒരു 10,000 കോയിനെങ്കിലും ഒരു പാക്കിന് പൊട്ടിക്കണം. എന്നാൽ മാത്രമേ കിട്ടാൻ നമുക്ക് ചാൻസ് ഉള്ളൂ. അപ്പോൾ കാഴ്ച നമ്മളിത് ചെയ്യാൻ പോകുന്നത് ഒരു കോയിൻ സേവിങ് ചലഞ്ചാണ്. അപ്പോൾ എൻ്റെ ഈ കോയിൻ സേവിങ് ചലഞ്ചിന് പങ്കെടുക്കുന്നവർ കമൻ്റ് ഇട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് എത്ര കോയിൻ കൂടെ ഇല്ലതെന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഗൈസ് നമുക്ക് വീഡിയോ പോകാം. ഗൈസ്, കൊണാമി ഒരു മാസം നമുക്ക് ഏകദേശം ഒരു 800-900 കോയിൻ ഒരു ഇവൻ്റെല്ലാം വരുന്നുണ്ടെങ്കിൽ ഒരു 1000 കോയിനിലേക്ക് എത്തിച്ച് കൊണാമി തരുന്നുണ്ട്. അതും ചില മാസം അത്ര പോലും തരുന്നില്ല. പക്ഷെ നമുക്ക് ഇന്ന് തൊട്ട് കോയിൻ സേവിങ് ആണ്. കൂടാൻ താല്പര്യമുള്ളവർ ഒപ്പരെ കൂടാം. ഗൈസ്, നമുക്ക് ലോഗിൻ ബോണസായിട്ട് 50 കോയിൻ തരുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മുടെ ഡെയിലി ആഴ്ചക്ക് വരുന്ന അതുപോലെ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും വരുന്ന ഒരു PvPയിൽ 50 കോയിൻ തരുന്നുണ്ടോ. 50 കോയിൻ. പിന്നെ ഇതുപോലെ ഇവൻ്റ് വരുമ്പോൾ കിട്ടുന്ന 50 കോയിൻ, പിന്നെ 90 കോയിൻ. ഇങ്ങനത്തെ ഇവൻ്റ് വരുമ്പോൾ കുറച്ച് കോയിനും കൊണാമി തരുന്നുണ്ട്. പിന്നെ നമുക്ക് കോയിൻ കിട്ടാൻ വേറൊരു വഴിയെന്ന് പറയുന്നത് ഡെയിലി ഗെയിമിൽ കൊണാമി പെനാൾട്ടി നിങ്ങൾ അടിച്ച് മാക്സിമം മാക്സിമം എത്ര പെട്ടെന്ന് കയറ്റുന്ന അത്ര പെട്ടെന്നോളം നമുക്ക് കോയിൻ കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് ലാപ്പ് 6 ഒരു 100 കോയിൻ തരുന്നുണ്ട്. ലാപ്പ് 6, പിന്നെ ലാപ്പ് 12 ഒരു 100 കോയിൻ തരുന്നുണ്ട്. ലാപ്പ് 20 തരുന്നുണ്ട്. ഇപ്പം 300 കോയിനാണ് ഇതിൽ കിട്ടുന്നത്. മാക്സിമം എത്ര പെട്ടെന്നാണ് എടുക്കാൻ പറ്റുന്നത് അത്ര പെട്ടെന്നോളം ഗോൾ കയറ്റി ഇതാക്കുക. അപ്പം നമുക്ക് കോയിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബസ്സിൽ. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾ ഈ ചലഞ്ച് ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ കോയിൻ എത്രത്തോളം ഉണ്ട് എന്ന് കമൻറ്റ് ബോക്സിലിടും. പിന്നെ ഒന്നിച്ച് കൂടിക്കോളും. നമ്മളൊരു ടാർഗറ്റ്, നമ്മളിപ്പം 2008 റൊണാൾഡോ വേണമെങ്കിൽ ആ റൊണാൾഡോ വന്നാലേ കോയിൻ നമ്മൾ പൊട്ടിക്കും എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ കോയിൻ സേവ് ചെയ്യുക. അല്ലാതെ എല്ലാ പാക്ക് വരുമ്പോഴും ഒരു 100 കോയിൻ പരീക്ഷിക്കുക, ലക്ക് പരീക്ഷിക്കുക, അത് വേണ്ട. കിട്ടുന്നുള്ളൊരു അത്രയും കോയിൻ 5000 കോയിനും മിനിമം ആകുമ്പോൾ കറക്കിയാൽ മതി. അതാണ് നല്ലത്. മാക്സിമം നമുക്ക് എത്ര പറ്റും സേവ് ചെയ്യാൻ അത്രയും സേവ് ചെയ്യുക. പിന്നെ ഗൈസ്, നമ്മുടെ ടീമിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റായ പ്ലെയറെ നോക്കി നിങ്ങൾ സൈൻ ചെയ്യാൻ നോക്കുക. മീൻസ് ഇപ്പോൾ നിങ്ങൾ ടീമിലൊരു ഗോളി, അത്യാവശ്യം നല്ല ഗോളി ഇല്ലെങ്കിൽ നിങ്ങൾ മൈക്കിൾ, ബുഫൺ അങ്ങനത്തെ നല്ല ഗോളി വരും. ആ ഗോളിക്ക് പാക്ക് വരുമ്പം അപ്പോൾ എത്ര കോയിനാവുന്നു അത് ഫുൾ ആ ഗോളി പാക്കിൽ കറക്കുക. അത് കിട്ടുന്ന ലക്ക്. നമുക്ക് അത്യാവശ്യമുള്ള പാക്ക് മാത്രമല്ല, അല്ലാതെ എല്ലാ പാക്കും വെറുതെ ജസ്റ്റ് ട്രൈ ചെയ്യേണ്ട. അത് കാര്യമില്ല. അത്രയും ലക്കുണ്ടെങ്കിൽ മാത്രമേ കിട്ടാൻ ചാൻസ് ഉള്ളൂ. നിങ്ങൾ ടാർഗറ്റ് ഏതാണെന്ന് വെച്ചാൽ ആ ടാർഗറ്റിന് വേണ്ടി കറക്കുക. എനിക്കിപ്പം റൊണാൾഡോ 2008 കാർഡ് വന്നത് കാണുന്നുണ്ട്. അത് വരുമോ അറിയില്ല. വരും തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ അത് പറഞ്ഞാൽ അത് കറക്കിയെടുക്കണം. അതിന് വേണ്ടി ഒരു 10,000 കോയിനെങ്കിലും ആവണം. പക്ഷേ മാക്സിമം സേവ് ചെയ്യും. പിന്നെ ഒരു ഗോളിന് ആവശ്യമുണ്ട്. പിന്നെ മാൾഡിനി ഒരു കിടിലം ഫേവറേറ്റ് CB ആണ്. അങ്ങനെ ഫേവറേറ്റ് CBയിലും എൻ്റെ ഫേവറേറ്റ് CB ഞാൻ കറക്കും. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമില്ല ഒരു CB വരുമ്പോൾ, ഇഷ്ടമില്ല ഒരു പ്ലെയർ വരുമ്പം ആ പ്ലെയറിന് വേണ്ടി മാക്സിമം കറക്കാൻ നോക്കുക. സോ ഗൈസ്, ഇത് ജസ്റ്റ് ഒരു കോയിൻ സേവിങ്ങിൻ്റെ ഇത് മാത്രം പറയുക വീഡിയോ ആയിരുന്നു. നിങ്ങൾ ഒന്നിച്ചുണ്ടെങ്കിൽ ഒന്നിച്ച് നമുക്ക് തരാം. കോയിൻ സേവ് ചെയ്യുമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യൂ. ഓക്കെ, ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.